അപ്പോഴേ ഇന്നുണ്ടല്ലോ അഭിത്തേട്ടനും പിള്ളേർക്കും ഒന്നും പോകണ്ടാത്തതുകൊണ്ട് വളരെ താമസിച്ചാണ് കേട്ടോ എണീറ്റത്. അവധി ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും സാമട്ടിലായിരുന്നേ. അങ്ങനെ ജനലൊക്കെ തുറന്ന് എൻ്റെ ജനലൊക്കെ ഇരിക്കുന്ന പുലിക്കുട്ടന്മാരെയൊക്കെ ഒന്ന് ശരിക്കും എടുത്തു വെച്ചു. രണ്ടാമതുണ്ടല്ലോ തപ്പി കണ്ടുപിടിച്ച് എൻ്റെ ഫോണും ജനലൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ ഈ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫോണിനകത്ത് പഴയ സിനിമ, ലൈഫിൻ്റെ കഥകൾ അങ്ങനെയൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ചെയ്യണത് എൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ. ഇപ്പോൾ എന്നറിയില്ല, പുതുതായിട്ട് തുടങ്ങിയൊരു ശീലമാണ്. എന്നാണേലും പണിക്കൊക്കെ നല്ല നീക്കുപോക്കുണ്ട് അത് കഴിഞ്ഞ്. പിന്നെ അങ്ങനെ രാവിലെ പാലൊക്കെ അടുപ്പത്തി വെച്ചു. അത് കഴിഞ്ഞ് ഒന്നോടെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് കട്ടയായിട്ട് എന്നാണ്ട് കിടക്കണം. ഞാനോർത്ത് പാല് പിരിഞ്ഞു പോയതാണ്. പക്ഷെ പിന്നീട് ആഴത്തിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് പാല് പിരിഞ്ഞു പോയതല്ല, ആ വെള്ളത്തിൻ്റെയോ എന്നാണ്ട് പാലിനകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ വെള്ളത്തിൻ്റെ എന്തോ ഈ നൈസ് കട്ടയായിട്ട് എങ്ങാണ്ട് കിടന്നതായിരുന്നു. പേടിച്ചു പോയി. എൻ്റെ ചായയോടി എങ്ങാൻ രാവിലെ മുടങ്ങിയാലോ എന്നോർത്ത് ചായ കൊടുക്കുന്നതിന് മുമ്പ് ഒരു മൊന്ത വെള്ളം മട്ടമട്ടാന്ന് ഞാനങ്ങ് അകത്താക്കിയേ. എന്നാന്ന് വെച്ചാലേ ഈ മൊന്തയിൽ വെള്ളം കുടിക്കേണ്ട പ്രത്യേക സുഖം, വായും മനസ്സും വയറും ഒക്കെ അങ്ങ് നിറയും. അവധി ദിവസമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നേ. അവധി ദിവസം ബീഫൊക്കെ മസ്റ്റാണല്ലോ നമുക്കൊക്കെ. അങ്ങനെ ബീഫൊക്കെ നല്ല കറിവേപ്പിലയും ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ തിരുമ്മി കുക്കറിനകത്തേക്ക് അടുപ്പത്തേക്ക് വച്ചു. ഇന്നലെ അഭിത്തേട്ടൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടായിരുന്നേ. അപ്പോൾ രാത്രി തന്നെ എടുത്തു വെക്കാൻ ഒരു മൂടും തോന്നിയില്ല. അതുകൊണ്ട് റോഡ് കൂടി തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ ഏറ്റ് കവറിനകത്തുനിന്ന് എല്ലാം മാറ്റി ഫ്രൂട്ട്സൊക്കെ അതിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി മൂലയിലേക്ക് മാറ്റി വെച്ച്. അപ്പോൾ എനിക്കൊരു ചെറിയ തൃപ്തിക്കുറവ്. പിന്നെ ഞാനതെടുത്ത് മേശപ്പുറത്തേക്ക് മാറ്റി. അപ്പോഴത്തേക്ക് എൻ്റെ ചായയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ ഒരു ഗ്ലാസ് മട്ടമണ്ടാന്നങ്ങ് കുടിച്ചു. മടമടാന്ന് കുടിക്കാൻ പറ്റിയില്ല, ഗുപ്തനെ പോലെ ഊതി കുടിച്ചു. പിന്നെ ബീഫിലേക്ക് വേണ്ട മല്ലിപ്പൊടിയും മുളക് പൊടിയും മീറ്റ് മസാലയൊക്കെ ചൂടാക്കി അങ്ങ് നന്നായിട്ട് കറപ്പിച്ചങ്ങ് എടുത്തു കേട്ടോ. എൻ്റെ ഫോൺ അവിടെ ജനലയ്ക്ക് ഓണാണേ, വിത്ത് മൈ സ്റ്റോറി. അങ്ങനെ കഥകളൊക്കെ കേട്ട് എൻ്റെ ബീഫ് കറിയൊക്കെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടോ. എല്ലാം താമസിച്ച് പോയതുകൊണ്ട് അഭിത്തേട്ടൻ പോയി ഇച്ചിരി പൊറോട്ട 5-6 മേടിച്ചുകൊണ്ട് വന്നായിരുന്നേ. അപ്പോൾ രാവിലത്തേക്ക് ബീഫും പൊറോട്ടയും ബീഫും ആയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ചു. കുഞ്ഞിതിന് ഞാൻ വാരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല, തന്നെ തിന്നോളാം. ഇപ്പം ഞാൻ അംഗൻവാടിയിലൊക്കെ പോകുന്നുണ്ട്, ഒരു ടീച്ചർ പറഞ്ഞു തന്നെ തിന്നണമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് അവൻ എന്നോടിരുന്ന് ലാത്തി അടിച്ചിരുന്ന് കഴിക്കണം കേട്ടോ, തന്നെ വാരി പിച്ചിപ്പറക്കി. കാപ്പൂടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ മുറ്റം അങ്ങ് തൂക്കാനിറങ്ങി. വലിയ ഇലയും കാര്യങ്ങളും ചവറൊന്നും ഇല്ലായിരുന്നു. എന്നാലും നമ്മുടെ കുറ്റിച്ചൂലിൻ്റെ പാട് മുറ്റത്ത് വീണില്ലെങ്കിൽ കാണാൻ നോക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ഞാൻ മുറ്റം തൂക്കാൻ ഇറങ്ങിയ സമയം കൊണ്ട് അവർ രണ്ടുപേരും കൂടെ വട്ടയുടെ ഇലയൊക്കെ പിച്ചിപ്പറിച്ച് കൊടിയാന്നൊക്കെ പറഞ്ഞ് ഇതിലൊക്കെ പിച്ചിപ്പറിച്ച് കളിക്കുമായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഓടിച്ച് 2 പിന്നെ ഞാൻ ബാക്കിയുള്ള മുറ്റം കൂടെ പടപടാന്നങ്ങ് തൂത്തൊക്കെ ഇട്ടു. തുളസ്തറയിലൊക്കെ ഇവർ ഈ ചപ്പും ചവറും ഒക്കെ ഇങ്ങനെ മാറ്റിപ്പറക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ തുളസ്തറയിൽ കൂടെയാണ് ഇവന് ഈ മെയിനായിട്ട് വണ്ടി ഓടിക്കണം. അതുകൊണ്ട് അവിടെ മുഴുവൻ ഇങ്ങനെ ചരല് കിടക്കുമായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടു. പിന്നെ തുളസിയിലെ ആ കൂമ്പും ആ പൂവും ഇതൊക്കെ പറിച്ച് കളഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് എൻ്റേതായ കാര്യങ്ങളിലേക്ക് കടന്നു. കൂട്ടസ്കൊക്കെ അങ്ങ് കാലയിലങ്ങ് വാരി പൊത്തി അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് കുഞ്ഞൻ കഞ്ഞിയും കറിയും വെച്ചിട്ട് മീൻകറി വെച്ചുമേ എന്നും പറഞ്ഞ് ചിരട്ടയ്ക്കകത്ത് കൊണ്ട് കാണിക്കണതാണ് കേട്ടോ എന്നെ. ഞാൻ നേരെ പറഞ്ഞു ഇനി ഉച്ചക്കത്തേക്ക് കറിയൊന്നും വെക്കണ്ടല്ലോ, എൻ്റെ കൊച്ചെല്ലാം വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനും ഇങ്ങനെ ക്യൂട്ടക്സൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതുപോലെ തന്നെ വളരെ ആഗ്രഹിച്ച് മേടിച്ചതാണ് ഈ പച്ചപ്പുല്ല് ചവിട്ടി. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ചവിട്ടാൻ പേടിയാണ്, കാരണം ഇതിനകത്ത് കട്ടുറുമ്പൊക്കെ കയറിയിരിക്കും. അപ്പോൾ എപ്പോൾ വന്നാലും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുടഞ്ഞു കളഞ്ഞിട്ട് വേണം ഇതിനകത്ത് ഇരിക്കുകയോ അല്ലെങ്കിൽ ചവിട്ടുകയോ ഒക്കെ ചെയ്യാൻ. കട്ടുറുമ്പ് കയറി വിരലൊക്കെ അടിക്കും. ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പറമ്പിൽ, അതായത് ആൾത്താമസമൊന്നുമില്ല, അവിടെ നിറയെ പേരയ്ക്ക ഉണ്ടായി കിടക്കണ്ടായിരുന്നേ. അപ്പോൾ പേരയ്ക്കയൊക്കെ പറിച്ച് കഴിഞ്ഞ് പുറകിലേക്ക് നോക്കിയപ്പോൾ നിറയെ പച്ചപ്പുളി. കണ്ടാ വിടുവോ ഞാൻ. അങ്ങനെ അഭിത്തേട്ടനെ വിളിച്ചുകൊണ്ട് വന്ന് എറിഞ്ഞ് പറിച്ചു. കുറേ തല്ലി പറിക്കാനൊക്കെ നോക്കി, പക്ഷെ പറ്റിയില്ല. അങ്ങനെ അഭിത്തേട്ടൻ വന്ന് കുറേയൊക്കെ എറിഞ്ഞ് പറിച്ചു. അതുമായിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ട് ഒരു നല്ല കാടാണ്. അതിനിടയ്ക്ക് മറ്റേ തൊട്ടാവാടിമുള്ളൊക്കെ കാലേ കയറുന്നുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വകവെച്ചില്ല. പുളി കണ്ടാൽ ഞാൻ സർവ്വതും മറക്കും. അങ്ങനെ ഒരു സ്വഭാവമാണ് എൻ്റെ. അങ്ങനെ ചാടി ഓടി വീട്ടിലേക്ക് എത്തി ഞാൻ കപ്പ പുഴുക്ക് തിന്നും പോലെ പുളി കടിച്ച് പറിച്ചങ്ങ് തിന്നു. അതിനിടയ്ക്ക് വേറെ അപ്പൂനും കുഞ്ഞിനും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓരോന്നും വേണം. പക്ഷെ ഇവർക്ക് സാധിച്ചില്ല തിന്നാൻ. അത് അപ്പു എന്നെ വന്ന് നോക്കി നിൽക്കണത് അമ്മ എങ്ങനെയായി തിന്നണേന്ന് പറഞ്ഞ്.
അതിനിടയ്ക്ക് എൻ്റെ ബ്രദർ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് കൊതിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഈ പുളി ഇഷ്ടമല്ലെങ്കിലും പുളി തിന്നണ കാണുമ്പോൾ വായിക്കൂടെ വെള്ളം വരും. അതാരുടെയാണേലും വെള്ളം വരും. അവന് വലിയതായിട്ട് ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ഞാൻ തിന്നണപ്പോഴത്തേക്ക് അവൻ്റെ പല്ല് പുളിക്കുമെന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞുകൊണ്ട് നിൽക്കണതാണ് കേട്ടോ. അപ്പവും കുഞ്ഞിനും ഞാനിതെങ്ങനെ തിന്നണേന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കി കുറേയൊക്കെ തിന്ന് കഴിയുമ്പോൾ വായിൽ തൊലി പോകും കേട്ടോ. അപ്പം തൊലി അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി പേരയ്ക്ക കടിക്കും, എന്നിട്ട് പുളി കടിക്കും. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് തിന്നുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല, നാക്കിലെ തൊലിയൊന്നും പോകത്തില്ല. തൊലി പോയാലും ഇത് തിന്നാതിരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. അങ്ങനെ ഒരാളാണ് ഞാൻ. അവൾ തിന്നാതെ അതേപടി ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു, എനിക്ക് വേണ്ടാന്നും പറഞ്ഞിട്ട് പോണതാട്ടോ. എൻ്റെ മക്കളാണോന്ന് അറിയാൻ പാടില്ല ഇതൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, ഓക്കെ, സീ യു.